എല്ലാവിധ ലക്ഷ്യം ഹിന്ദുക്കൾ എവിടെ കൂടുന്നുവോ അവിടെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, 270 വർഷം മുമ്പ് നിലച്ചുപോയ കുംഭമേള പുനരാരംഭിക്കാൻ പുറപ്പെട്ടപ്പോൾ എത്രമാത്രം അലർജിയുണ്ട് കേരളത്തിൽ. അത് എന്താണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ, വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ മുന്നിൽ അതിന് അജണ്ടകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, നശിപ്പിച്ചേ പറ്റും, കൂടെ നിൽക്കരുത്. ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ശബരിമലയിൽ ആൾ വരുന്നത് സഹിക്കുവോ? ശബരിമലയിൽ കൂട്ടമായി ശരണം വിളിക്കുന്നത് സഹിക്കുവോ? ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഹൈന്ദവ സമൂഹം ഭക്തിയോടുകൂടി കെട്ടെടുത്ത് വരുന്നത് കാണുമ്പോൾ സഹിക്കുമോ? കാരണം വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞവരാണ്, ഗണപതി ഹോമം പോലും നടത്തരുതെന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഇവിടെ ഇടതും വലതും ഒരേ ലക്ഷ്യം, അവർക്ക് ഒരേ ലക്ഷ്യമാണ് ഹിന്ദു സമൂഹം സംഘടിക്കാതിരിക്കുക, ഹിന്ദു സമൂഹം അവരുടെ ശക്തി തിരിച്ചറിയാതിരിക്കുക, ഹിന്ദു വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ ഇത്തരം ഒരവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ ഈ 10-30 ഒരു പക്ഷേ വിജയ് മല്യ സ്വർണം പൂശിയത് മുതൽ സ്വർണവുമായി ബന്ധപ്പെട്ടും അതിനു മുൻപ് തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും ഇനി അവിടെ നടക്കാത്ത നേരായതൊന്നും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേരല്ലാത്തതൊക്കെ വളരെ എളുപ്പം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാലങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു.